മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ സ്വഹാബത്തിൻ്റെ നേരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരേ ഒരാളുടെ വായയിൽ മാത്രം ഒഴിച്ചു കൊടുക്കും. ഒരു സ്വഹാബിയുടെ വായയിൽ മാത്രം ഹൗലുൽ കൗസർ ഒഴിച്ചു കൊടുക്കും. സ്വഹാബികൾ ആകാംക്ഷഭരിതരായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഹൗലുൽ കൗസർ വായയിൽ ഒഴിച്ചു കൊടുക്കുന്നത് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്താണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനിക്ക് ഈ ഭാഗ്യം കിട്ടാനുള്ള കാരണം? തൻ്റെ യജമാനന്മാരിൽ നിന്ന് അതിക്രൂരമായ പീഡനമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനിക്ക് നേരിടേണ്ടി വന്നത്. നട്ടുച്ച സമയത്ത് മരുഭൂമിയിൽ മണലാരണ്യത്തിൽ അതിക്രൂരമായ പീഡനം ഏറ്റുവന്നപ്പോൾ, ബിലാൽ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്നപ്പോൾ, കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ യജമാനൻ ഒട്ടകത്തിൻ്റെ മൂത്രം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വാഴയിൽ ഒഴിച്ചു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ക്ഷമിക്കൂ ബിലാലെ, നാളെ ഹൗലുൽ കൗസർ എല്ലാവരുടെയും കയ്യിൽ കൊടുക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വായയിൽ ഒഴിച്ചു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സന്തോഷിക്കുകയാണ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരാണ്. എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗമാണ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നവർ.